നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്താലോ? എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്നത്. ഏത് അപ്പം ഞാൻ പറയാൻ വന്നത് അതല്ല. നമുക്കൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി നോക്കിയാലോ? ഞാൻ ഇവിടെ ഒരു 4 മൂങ്ങേൻ്റെ ചിത്രം കൊടുക്കാം. അതിൽ നിങ്ങളൊന്ന് ചൂസ് ചെയ്യുക. അപ്പം അതിലൂടെ നിങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ ഒന്നാമത്തെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ കാഷ്വൽ ആയിട്ടുള്ള സംസാരം ഇഷ്ടപ്പെടുന്നവരല്ല. അതായത് സാധാരണ ആൾക്കാരോട് നിങ്ങളിങ്ങനെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ സംസാരിക്കുന്നില്ലേ, അതൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംസാരങ്ങൾ അതിലൊരു മീനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. അങ്ങനെ മീനിങ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. എന്ന് കരുതി നിങ്ങൾ കാഷ്വലായിട്ട് സംസാരിക്കൂല എന്നല്ല അർത്ഥം. പക്ഷെ അതിനേക്കാളും കൂടുതൽ കുറച്ച് അർത്ഥവത്തായ സംസാരങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളായിരിക്കും. ഇപ്പം മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നതിനേക്കാളും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണോ പറയുന്നത് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും നിങ്ങൾ. മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുന്നേയും അത്യാവശ്യം നന്നായിട്ട് ചിന്തിക്കും അതിനെക്കുറിച്ച്. ഇപ്പം ഒരു പ്രാവശ്യം ചിന്തിച്ച് എടുത്തു ചാടി ഒന്നും ചെയ്യാറില്ല. അതിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകും. നിങ്ങൾ ഭയങ്കര ആഴത്തിൽ ചിന്തിക്കുന്നവരും ഭയങ്കര ശാന്ത സ്വഭാവക്കാരും ആയിരിക്കും പൊതുവെ. അതായത് ഈ ഫിലോസഫേഴ്സിനെ എല്ലാം പോലെ അവരാണ് കൂടുതലും അങ്ങനെ ചിന്തിക്കാറ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കുന്നവരായിരിക്കും നിങ്ങൾ. പിന്നെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കൂല. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നവരായിരിക്കൂല. നന്നായിട്ട് ആലോചിച്ച് അതിൻ്റെ എല്ലാ വശവും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരുകൂടിയായിരിക്കും നിങ്ങൾ. ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ലോയലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാനായിരിക്കും കൂടുതലും ഇഷ്ടം. പിന്നെ ഈ ലൈഫിൽ ഇങ്ങനെ ഫേക്കായിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ ഫേക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യൂലേ, അതൊന്നും നിങ്ങൾക്ക് തീരെ കണ്ടുകൂടാ. നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇനി രണ്ടാമത്തെ മൂങ്ങേനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾ നല്ല സത്യസന്ധരായിരിക്കും. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തമാശയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഭയങ്കര കാര്യമായിരിക്കും. നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് അവർ അട്രാക്റ്റ് ആവും. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് പിന്തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. ഇപ്പോൾ സമൂഹത്തിൽ ഓരോ ട്രെൻഡുകൾ വരുന്നതനുസരിച്ച് ആൾക്കാർ ഓരോരുത്തരും അത് ഫോളോ ചെയ്ത് വരികയാണല്ലോ. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. നിങ്ങളതൊന്നും നോക്കാതെ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിനെ പിന്തുടരുന്ന ഒരാളാണ്. നിങ്ങളെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരാണ്. അവരും അവരുടെ സന്തോഷവും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളുമാണ് നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പിനെസ് തരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ അവരുടെ യഥാർത്ഥ സ്വഭാവവും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഫേക്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ മറച്ചു വെക്കാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതലും താല്പര്യം എന്താണെന്ന് വെച്ചാൽ ആർട്ട്, മ്യൂസിക്, സിനിമകൾ, ഇതിനോടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം. പിന്നെ നിങ്ങൾക്ക് സത്യസന്ധരായ ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ ഈ കോൺഫിഡൻസ്, ഒറിജിനാലിറ്റി ഇതൊക്കെ കണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് രഹസ്യമായിട്ട് ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അധികം സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ കൂടിയായിരിക്കും നിങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നൊക്കെ പറയാം നിങ്ങളെ. ഇനി മൂന്നാമത്തെ മൂങ്ങ എന്താ പറയുന്നത് നോക്കിയാലോ? ഇതിലെന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരായിരിക്കും നിങ്ങൾ. അതായത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് സങ്കടമൊക്കെ വന്നാൽ അതൊക്കെ മനസ്സിലാക്കി അവരെ സമാധാനിപ്പിച്ച് അവരുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നിങ്ങളിപ്പം എവിടെ ആയിരുന്നാലും, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന എന്തെങ്കിലും ഫങ്ഷൻ ആയിരുന്നാലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. അതായത് നിങ്ങളുടെ പ്രസൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാം ഒരു ബാലൻസിങ്ങിൽ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ സ്വന്തം ലാഭം നോക്കിയിട്ട് ആരെയും ഹെൽപ്പ് ചെയ്യില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും മോശം അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കാവുന്ന പോലെ ഹെൽപ്പ് ചെയ്യും. അവരെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കും.
അവരെ വിഷമം മാറ്റാൻ നോക്കും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ പറയാതെ തന്നെ ഒരു മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഇനി ഈ തർക്കം, അടിപിടി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ നല്ല ലിസണേഴ്സ് ആയിരിക്കും. ആരെങ്കിലും നിങ്ങളോട് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ പറയുമ്പോൾ ഒരു തടസ്സം കൂടാതെ അത് മുഴുവനായിട്ട് നിങ്ങൾ ഇരുന്ന് കേൾക്കും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനിടക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കൽ. പിന്നെ നിങ്ങൾ ഭയങ്കര ദയാലു ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ ഓർക്കുന്നതും ആ ഒരു കാരണം കൊണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആവുന്നത് കൊള്ളാം, പക്ഷെ അതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം കൂടെ നോക്കാൻ ശ്രമിക്കുക. ഇനി 4ാമത്തെ മൂങ്ങ എന്താ പറയുന്നത് നോക്കിയാലോ. നിങ്ങൾ 4ാമത്തെ മൂങ്ങനെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ കൂടുതൽ ശക്തിയും പക്വതയും നേടിയവരായിരിക്കും. ജീവിതം ഇപ്പം ഭയങ്കര ഈസി അല്ല, ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞതാണെന്ന് നല്ല ബോധ്യമുള്ളവരാണ് നിങ്ങൾ. ഈ സ്വപ്നങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല നിങ്ങൾ. സ്ഥിരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ മാത്രമേ ഓരോ കാര്യങ്ങൾ നേടാനാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കില്ല. ഒരുപാട് ടൈം എടുക്കും ആൾക്കാരെ വിശ്വസിക്കാൻ. പിന്നെ അവർ അഭിനയിക്കുകയാണോ എന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിജയം എന്നത് പ്രശസ്തി നേടലല്ല. ഓരോ ദിവസവും നിങ്ങളുടെ കഴിവ് കൂട്ടലും അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആവലും അതൊക്കെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിജയമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പ്രശസ്തി നേടുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവുക, അതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുക എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ലൈഫിൽ എന്തൊക്കെ തടസ്സം വന്നാലും അതൊക്കെ നേരിട്ട് മുൻപോട്ട് പോകും. നിങ്ങൾ ഒരിക്കലും തളരൂല. നിങ്ങളൊരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് മറ്റുള്ളവർ കാണാറ്. പിന്നെ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ പണയം വെക്കൂല. അതിനാണ് നിങ്ങൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നത്. ഒരു ലക്ഷ്യം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങളത് നേടും. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എത്ര പോവേണ്ടി വന്നാലും അത് നേടും. പിന്നെ സൈലൻ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ വിജയം കണ്ടിട്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടും. ഇവനെങ്ങനെ ഇത്രയും എത്തി, അല്ലെങ്കിൽ ഇവളെങ്ങനെ ഇത്രയും എത്തിയെന്ന്. കാരണം നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും വിജയത്തിൻ്റെ ഓരോ പടിയും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യൂല, ഭയങ്കര സീക്രട്ടായിട്ട് വെക്കും. അപ്പം ഇത്രയൊക്കെയാണ് 4 മൂങ്ങകളെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിൽ നിങ്ങളേത് മൂങ്ങയാണ്?